ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ശരിക്കും പറഞ്ഞാൽ ഈ അംബാസഡറായിട്ടൊക്കെ സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഓരോ കാര്യത്തിലും എടുക്കുന്ന നിലപാടുകൾ ഇന്ത്യക്ക് എത്രത്തോളം ഗുണകരമാണെന്ന് ശരിക്കും പറഞ്ഞാൽ ലോക നേതാക്കൾ ശ്രദ്ധിക്കുന്നു. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഒരു ഓഡിറ്റ് നടന്നിട്ടുണ്ടോ എന്ന് സംശയം. മാഷ് വിലയിരുത്തിയിട്ടുണ്ടോ അതിനെക്കുറിച്ച്? തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ജയശങ്കറിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് ഒന്നും ഇന്ത്യക്കാർക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ പവർഫുൾ ആയിട്ടുള്ള ഇടപെടൽ ഒരുപക്ഷെ ജയശങ്കറിനെ പോലൊരാൾ ഏറ്റവും നിർണായകമായ ക്രിട്ടിക്കലായ സങ്കീർണമായ അന്തർദേശീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നടത്തിയ പരിഹാരങ്ങൾ, അതുപോലെ ലോകം മുഴുവൻ അദ്ദേഹം നടത്തിയ പത്രസമ്മേളനങ്ങളിൽ അദ്ദേഹത്തിന് ഇന്ത്യക്ക് വേണ്ടി സംസാരിച്ച രീതി, അതിനെക്കുറിച്ചൊന്നും വേണ്ടവിധ പഠനങ്ങൾ നടന്നിട്ടില്ല. വേറൊരു ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ മോദി ലോകം മുഴുവൻ ഇന്ത്യക്ക് വേണ്ടി നടത്തുന്ന സേവനങ്ങൾ, പെർഫോമൻസ്, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ അതെല്ലാവർക്കും അറിയാം, ലോകം മുഴുവൻ അംഗീകരിച്ച് കഴിഞ്ഞതാണ്. പക്ഷേ അത്ര തന്നെ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ് ജയശങ്കർ. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം കൊണ്ട് നമ്മൾ വല്ലാതെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ സൗമ്യനാണ്. അത് ഏത് പത്രസമ്മേളനത്തിൽ പോയാലും അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ പറയാറുള്ളത്, എല്ലാവരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അദ്ദേഹം അതിന് ആരോടും പിണക്കമില്ല, അദ്ദേഹത്തെ ആർക്കും പ്രകോപിപ്പിക്കാനാവില്ല. അതുപോലെ തന്നെ പ്രധാനമാണ്, നെവർ, അദ്ദേഹം ഒരിക്കൽ പോലും സോറി പറയില്ല, പറയേണ്ടി വന്നിട്ടില്ല. കാരണം ആലോചിച്ചേ പറയുള്ളൂ. ഒരു വാക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് സോറി എന്ന് പറഞ്ഞ് കറക്റ്റ് ചെയ്യുന്ന വന്നിട്ടില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പഠനം ലോകപ്രസിദ്ധനായ മാധ്യമ പ്രവർത്തകൻ പിയേഴ്സ് മോർഗൻ്റെയാണ്. പിയേഴ്സ് മോർഗൻ അറിയാലോ, സണ്ണ് തൊട്ട് നമ്മുടെ റൂപ്പർട്ട് മർഡോക്കിൻ്റെ സാമ്രാജ്യം വരെയുള്ള എല്ലാ നമ്മൾ പറയില്ലേ, ഡെയിലി മിറർ ഉൾപ്പെടെ ലോകത്തിൽ ഇന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ സ്വപ്നം കാണുന്ന എല്ലാ മാധ്യമങ്ങളുടെയും തലപ്പത്ത് എഡിറ്ററായിട്ടിരുന്ന ഒരാളാണ്. സണ്ണിൻ്റെ എഡിറ്ററാകുന്ന 24-ാം വയസ്സിലോ മറ്റോ ആണ്. അന്ന് യങ്ങസ്റ്റ് എഡിറ്റർ എന്നൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലുണ്ട്. അമേരിക്കയിലെ മൊത്തം ചാർജ് വഹിക്കുന്ന ഈ ബ്രിട്ടീഷ് ജേർണലിസ്റ്റാണ് അദ്ദേഹം. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഒരു ഓൺലൈൻ ബ്രോഡ്കാസ്റ്ററാണ്. അപ്പോൾ അദ്ദേഹം ഏറ്റവും ഒടുവിൽ നടത്തിയൊരു പഠനം നിങ്ങൾ ഈ മനുഷ്യനെ എസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല. ഇന്ത്യക്കാരോട് പറയുകയാണ്, ലോകത്തോടും പറയുകയാണ്. ഇന്ത്യയുടെ ഈ നിർണായകമായ ഘട്ടത്തിൽ, ഇന്ത്യയുടെ ഈ കഴിഞ്ഞ 7 കൊല്ലമായി, കഴിഞ്ഞ 6-7 കൊല്ലമായി ഇന്ത്യക്ക് വേണ്ടി ലോകത്ത് ഇദ്ദേഹം അനുഷ്ഠിക്കുന്ന സേവനത്തിന് കൃത്യമായി നമ്മൾ മാർക്കിട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹം അനുഭവിച്ച പിയേഴ്സ് മോർഗൻ നേരിട്ട് പങ്കെടുത്ത, എസ് ജയശങ്കർ പങ്കെടുത്ത 5 പത്രസമ്മേളനങ്ങളുടെ പെർഫോമൻസ് വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു കുറിപ്പാണ്, മനോഹരമായൊരു കുറിപ്പാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അദ്ദേഹം പറയുന്നത്, ജയശങ്കർ മിണ്ടിയാൽ, ജയശങ്കർ പത്രസമ്മേളനത്തിൽ വന്ന് വളരെ സൗമ്യനായിട്ട് ഇരുന്നാൽ, അദ്ദേഹത്തിന് നേരെ വരുന്ന ഏതൊരു ചോദ്യത്തിനും അദ്ദേഹം മറുപടി പറഞ്ഞാൽ ആ മറുപടിയിൽ 1000 മുനകളുണ്ടാവും. 2, ഒരു ചോദ്യത്തിന് അദ്ദേഹം ഒരു പുഞ്ചിരി കൊണ്ട് മിണ്ടാതെ ഇരുന്നാൽ ആ മൗനത്തിന് 1000 മുനകളുണ്ടാവും. മനോഹരമായ പ്രയോഗമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ അനുഭവം ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെയാണ് പറയേണ്ടത്. എനിക്ക് തോന്നുന്നു ജയശങ്കറിന് മാർക്കിടാൻ ഇപ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. ഈ സമയത്ത് അടുത്ത കാലത്ത് അറിഞ്ഞോ അറിയാതെയോ ശശി തരൂര് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ബലം നൽകുന്ന നോട്ടിൽ ചിലത് പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോയെന്നറിയില്ല. ഇന്ത്യയുടെ പെർഫോമൻസ് ശരിയാണ്, ഇന്ത്യയുടെ നിലപാട് ശരിയാണ്, മോദിയുടെ പെർഫോമൻസ് വളരെ മഹത്തരമാണ്, പക്ഷേ അത് ലോകവേദികളിൽ, ലോകമാധ്യമങ്ങളിൽ എത്തിക്കുന്നതിൽ വേണ്ട വിധം നമ്മുടെ വിദേശകാര്യ വകുപ്പിന് കഴിയുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിൽ ഇത്തരം ചില മൊനയുണ്ടായിരുന്നു, അദ്ദേഹം അറിഞ്ഞാലും അറിയാതെയായിരുന്നു. പക്ഷേ അതിനൊക്കെയുള്ള മറുപടിയാണ് ഇപ്പോൾ ഇത്. അദ്ദേഹം പറഞ്ഞ 5 പത്രസമ്മേളനം, അതിലൂടെ ഒന്ന് ഓടിച്ചു പോയാൽ ഒന്ന് അദ്ദേഹം പറയുന്നത്, പാകിസ്ഥാൻ ഇഷ്യൂ ഏറ്റവും ഒടുവിലത്തെ ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ ഇഷ്യൂ ആണല്ലോ. പെഹൽഗാമിൽ ആക്രമണം നടക്കുന്നു, ഉടൻ നമ്മൾ വേണ്ട വിധം ആലോചിച്ച് എന്ത് ചെയ്യണം തീരുമാനിക്കുന്നു. പാകിസ്ഥാനെ ആക്രമിക്കേണ്ടതില്ലാന്ന് തീരുമാനിക്കുന്നു. ഒരു സിവിലിയനെയും കൊല്ലേണ്ടതില്ല, പാകിസ്ഥാൻ്റെ ഒരു പട്ടാളത്തെയും കൊല്ലേണ്ടതില്ല തീരുമാനിക്കുന്നു. എന്നിട്ട് പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ പോറ്റിക്കൊണ്ടിരിക്കുന്ന ഭീകരവാദത്തിൻ്റെ 9 കേന്ദ്രങ്ങൾ ട്രേസ് ഔട്ട് ചെയ്യുന്നു, 9 കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നു. കൃത്യമായിട്ട് പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ തന്നെ ആക്രമിക്കുന്നു, കൊല്ലേണ്ട എല്ലാ ഭീകരവാദിയെയും കൊല്ലുന്നു. എന്നിട്ട് ഒക്ടോബർ 7-ന് മെയ് 7-ന് ആക്രമണം തുടങ്ങുന്നു. 10-ാം തീയതി സുക്കൂത്തായി അവർ തന്നെ വെടിനിർത്തലിന് വരുന്നു. അങ്ങനെ സംഭവിച്ചല്ലോ. അതിനുശേഷം നടന്നൊരു പത്രസമ്മേളനത്തിൽ ഇദ്ദേഹത്തോട് ചോദിക്കുന്നു, ജയശങ്കറിനോട്, ലോകമാധ്യമങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്ന പത്രസമ്മേളനമാണ്, ജയശങ്കറിനോട് ചോദിക്കുന്നു, അല്ല സാറേ, ഒരു കാര്യം അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഈ പശ്ചിമേഷ്യയിൽ, ഈ പറഞ്ഞ സൗത്ത് ഏഷ്യയിൽ എന്നുവെച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ തമ്മിലുള്ള സംഘർഷം എത്രയോ കാലമായിട്ട് നിലനിൽക്കുന്ന ഈ മേഖലയിൽ എന്നെങ്കിലും ഈ ഭീകരവാദമൊക്കെ അവസാനിപ്പിച്ചിട്ടൊരു സമാധാനം വരുമോ? അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെന്താ പറയുക, സമാധാനത്തിന് വേണ്ടി നമ്മൾ കാംക്ഷിക്കുന്നു എന്നാണല്ലോ. അദ്ദേഹം പറഞ്ഞ ഉത്തരം, മൈ ഡിയർ ഫ്രണ്ട്, പ്ലീസ് ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ ടു മൈ പാകിസ്ഥാനി കൗണ്ടർ പാർട്ട്. അത്ര കൃത്യമായ ആൻസർ എന്നറിയോ?
ഈ ചോദ്യം പ്രിയപ്പെട്ട സുഹൃത്തെ എന്നോടല്ല ചോദിക്കേണ്ടത്, എൻ്റെ പാകിസ്ഥാനി കൗണ്ടർ പാർട്ടിനോട് അല്ലെങ്കിൽ പാകിസ്ഥാനി വിദേശകാര്യമന്ത്രിയോടാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഭീകരവാദത്തെ പോറ്റുന്നവരാരാണോ? അത് പറഞ്ഞില്ല അദ്ദേഹം. എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്. ഭീകരവാദം അവസാനിക്കണമെങ്കിൽ ഭീകരവാദത്തെ പോറ്റുന്ന രാജ്യങ്ങൾ ഇല്ലാതാവണം. അതുകൊണ്ട് ആ ചോദ്യം അവരോടാണ് ചോദിക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹം ചോദിക്കാത്ത ഒരു സൈലൻസ് ആണ്. പിന്നെ അപ്പോൾ ഒരു ചോദ്യം കൂടി അദ്ദേഹം ഉത്തരം പറഞ്ഞു. ഇനി ഭീകരവാദത്തെ പോറ്റുന്നവരാരായാലും അവർക്ക് വാചക കസർത്തിനുള്ളിൽ ഒളിച്ചിരിക്കാമെന്ന് കരുതണ്ട. എന്ന് പറഞ്ഞാൽ നമ്മൾ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നൊന്നല്ല, നമ്മൾ യുദ്ധത്തിൻ്റെ നേരത്ത് യുദ്ധം തന്നെ ചെയ്യും. ആരാണ് സമാധാനം ഉണ്ടാക്കേണ്ടത്? ഭീകരവാദം ഉണ്ടാക്കുന്ന ആരാണോ അവരാണ് സമാധാനം ഉണ്ടാക്കേണ്ടത്. അവരോട് പോയി ചോദിക്കുക എന്നാണ് ഉത്തരം. ഇത്ര സൗമ്യമായിട്ടാണ്, ഒരു പ്രകോപനവും ഇല്ലാതെ അദ്ദേഹം പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്ഭുതപ്പെട്ടു പോയി എന്നാണ്. രണ്ടാമത്തെ ഒരു സന്ദർഭം, റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം. റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യ എടുത്ത നിലപാടറിയാലോ. ഉക്രൈനോടും പോയി പറഞ്ഞു, ഉക്രൈൻ സന്ദർശനത്തിൽ ഉക്രൈനോടും പോയി പറഞ്ഞു നിങ്ങൾ യുദ്ധം വെടിനിർത്തണം. റഷ്യയോടും പറഞ്ഞു വെടിനിർത്തണം. അതാണ് ഇന്ത്യയുടെ നിലപാട്. ആ സമയത്ത് ഉക്രൈനിൽ സന്ദർശനം നടത്തുന്നു ആര്? ജയശങ്കർ, വിദേശകാര്യമന്ത്രി. അപ്പോൾ അവിടുത്തെ ഒരു പത്രസമ്മേളനത്തിൽ തീർച്ചയായും പ്രകോപിപ്പിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഉക്രൈനെ അനുകൂലിക്കുന്ന ഒരു പത്രപ്രവർത്തകൻ, മീഡിയ പ്രവർത്തകൻ ചോദിച്ചു, അല്ല സാറേ, നിങ്ങൾ സമാധാനത്തിൻ്റെ പക്ഷത്താണല്ലോ, നിങ്ങൾ സമാധാനം വേണമെന്ന് രണ്ടു കൂട്ടരോടും പറയുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് നേരെ വരുന്ന, ഉക്രൈന് നേരെ വരുന്ന ഓരോ മിസൈലിനും റഷ്യക്ക് എവിടുന്നാണ് പണം കിട്ടുന്നത് എന്ന് അങ്ങേക്കറിയാമല്ലോ. റഷ്യയുടെ എണ്ണ വിറ്റാണ് പണം ഉണ്ടാക്കുന്നത്. ആ എണ്ണയുടെ ഏറിയ പങ്കും വാങ്ങുന്ന ആരാണ്? നിങ്ങളാണ്, ഇന്ത്യക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന പണം കൊണ്ടാണ് ഞങ്ങളുടെ നെഞ്ചത്തേക്ക് മിസൈൽ വരുന്നത് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അപ്പോൾ എന്താ, സാധാരണഗതിയിൽ ഏത് വിദേശകാര്യമന്ത്രിയും പ്രകോപിതനാവും. അതെ, വളരെ സൗമ്യമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഓഹോ, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതാണ് വലിയ പാപമെങ്കിൽ, ആ പണം കൊണ്ടാണ് റഷ്യ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നതെങ്കിൽ, പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, നിങ്ങൾ നിങ്ങളുടെ അയൽപക്കത്തൊക്കെ ഒന്ന് ചോദിക്കൂ. യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട എത്ര രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്? എന്നിട്ട് അദ്ദേഹം ഒരു കണക്ക് അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിൽ എടുത്ത് കാണിച്ചു. ഇന്ത്യ വാങ്ങുന്നതിൻ്റെ 6 ഇരട്ടി എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു അദ്ദേഹം ചോദിച്ച മനോഹരമായൊരു ചോദ്യം. അദ്ദേഹം ചിരിക്കാതെ സൗമ്യനായിട്ട് ചോദിച്ചു, പക്ഷേ പത്രക്കാർ മുഴുവൻ പൊട്ടിച്ചിരിച്ചു പോയി. യൂറോയും റുപ്പിയും കറൻസിയാണ് എന്നറിഞ്ഞൂടെ എന്നാണ് ചോദ്യം. എത്ര കൃത്യമെന്ന് വെച്ചു. യൂറോയിൽ നിങ്ങൾ എണ്ണ വാങ്ങിയിട്ട് യൂറോ വാങ്ങിയാൽ യൂറോയ്ക്ക് ആയുധം കിട്ടൂലേ? ഇന്ത്യൻ റുപ്പിക്കും അത് കിട്ടുമല്ലോ, US ഡോളറിനും അത് കിട്ടുമല്ലോ. എത്ര കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞത്. അത്ര ഷാർപ്പായ ആൻസർ പറഞ്ഞ ഒരു ലോക നയതന്ത്രജ്ഞനെ, ഡിപ്ലോമാറ്റിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത്. വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞ് ആ കണക്ക് ബോധിപ്പിച്ചു. അതുകൊണ്ട് എണ്ണ വാങ്ങുന്നു എന്ന് ഞങ്ങളുടെ പേരിൽ കുറ്റമാകണ്ട. ഞങ്ങൾ അന്താരാഷ്ട്ര വ്യാപാര കരാർ പ്രകാരം മാന്യമായി നിയമപരമായി വാങ്ങുന്ന എണ്ണയാണ്. അതിന് ഞങ്ങൾ പണം കൊടുക്കുന്നുണ്ട്. അതാണ് കുറ്റമെങ്കിൽ ആ കുറ്റം ഞങ്ങൾ മാത്രമല്ല ചെയ്യുന്നത് എന്ന് വളരെ മനോഹരമായിട്ട് പറഞ്ഞ അവസാനം. അടുത്ത ചോദ്യം ജനാധിപത്യത്തെക്കുറിച്ച് ഇദ്ദേഹം വലിയ തോതിൽ ജനീവയിലോ മറ്റോ ആണ്, ജനാധിപത്യത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന് നേരെ ചോദ്യം വന്നു. ചോദ്യം ഇതാണ്, അത് എപ്പോഴും ഡെമോക്രസിക്ക് വേണ്ടിയാണല്ലോ പറയുക, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഞങ്ങൾ എന്നൊക്കെ അഭിമാനത്തോടെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചോദ്യം ചോദിച്ചു, അല്ല നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രിയാണെന്നുള്ളതൊക്കെ ശരി തന്നെ, പക്ഷേ നിങ്ങളുടെ ജനാധിപത്യത്തിന് ഇപ്പോൾ പഴയ നിലവാരമുണ്ടോ സാറേ? അങ്ങനെ ഉണ്ടല്ലോ, ഒരു കുത്താണ്, ഇന്ത്യയുടെ നെഞ്ചത്ത് കുത്തുന്നൊരു ചോദ്യമാണ്. ഉടനെ അദ്ദേഹം സൗമ്യമായിട്ട് ചോദിച്ചു, ഞങ്ങളുടെ ജനാധിപത്യത്തിൻ്റെ നിലവാരം അളക്കേണ്ടത് പാശ്ചാത്യ തിങ്ക് ടാങ്കുകളല്ല, പാശ്ചാത്യ രാജ്യത്തെ വിചാരകേന്ദ്രങ്ങളല്ല ഞങ്ങളുടെ ജനാധിപത്യത്തിൻ്റെ നിലവാരം കണക്കാക്കേണ്ടത്. ഞങ്ങളുടെ നാട്ടുകാർ നൽകുന്ന വോട്ടാണ് ഞങ്ങളുടെ ജനാധിപത്യത്തിൻ്റെ നിലവാരം. അത് കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ വളരെ വളരെ മനോഹരമായ ഒരു ആൻസറാണത്. അതുകൊണ്ട് പാശ്ചാത്യരുടെ അംഗീകാരം തേടി ഞങ്ങൾ ജനാധിപത്യത്തിന് മാർക്കിടാൻ വരുമെന്ന് കരുതണ്ട. പാശ്ചാത്യ ലോകത്ത് ആലോചിച്ച് നോക്കും, പാശ്ചാത്യ ലോകത്ത് വെച്ചാണ് ഈ പത്രം. അടുത്ത ഒരു ഘട്ടം, കാനഡയിൽ ഒരു ഇഷ്യൂ ഉണ്ടായതാണ്, നെജ്ജാറിൻ്റെ കൊലപാതകം. അതിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്നൊക്കെയുള്ള വലിയ ആരോപണം വന്നപ്പോൾ ഈ അമേരിക്കയിൽ ഒരു പത്രസമ്മേളനത്തിൽ ഇദ്ദേഹത്തോട് ചോദിച്ചു, പത്രക്കാർ ചോദിക്കുകയാണ്, അല്ല ഈ നെജ്ജാറിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ കനേഡിയൻ ഗവൺമെൻറ് ഇന്ത്യ ഗവൺമെൻറ്റിന് നൽകി എന്ന് പറയുന്നുണ്ടല്ലോ, അത് ശരിയാണോ? അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു കുറ്റകൃത്യത്തിന് ഞങ്ങൾ ഉത്തരവാദിയാണ് എന്നതിൻ്റെ വല്ല തെളിവും ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കേണ്ടി വരിക ഞങ്ങൾ ആ കുറ്റവാളിയെ ശിക്ഷിച്ചതിൻ്റെ കണക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ
കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ അത് വെച്ച് താമസിപ്പിക്കില്ല, ഞങ്ങൾ അതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ കാനഡിയൻ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തിയോ? ഇല്ല. അവർ പറഞ്ഞു നുണയാണെന്ന് പറഞ്ഞോ? ഇല്ല. എന്നാ പറയേണ്ടതൊക്കെ പറഞ്ഞു. അങ്ങനെ മനോഹരമായി ഇദ്ദേഹത്തിൻ്റെ ഇടപെടലിനെ കുറിച്ചാണ് പറയുന്നത്. അവസാനത്തെ അഞ്ചാമത്തെ ഒരു ഘട്ടം അദ്ദേഹം പറയുന്നുണ്ട്. അമേരിക്കയിൽ വെച്ചിട്ട് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഏറ്റവും ഒടുവിലത്തെ ഈ വ്യാപാര യുദ്ധത്തെക്കുറിച്ച്, ഈ താരിഫ് ഇഷ്യൂവിൽ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ പത്രക്കാരൻ ചോദിച്ചു, സ്റ്റിൽ ആർ യു എ ജൂനിയർ പാർട്ട്ണർ ഓഫ് അമേരിക്ക ചോദിക്കുകയാണ്. ഇന്ത്യ അമേരിക്കയുടെ ജൂനിയർ പാർട്ട്ണർ അല്ലേ എന്ന് വ്യാപാര ബന്ധങ്ങളിലേ. ചോദ്യം തീരുന്നതിന് മുമ്പ് വളരെ സൗമ്യനായിട്ട് അദ്ദേഹം പറഞ്ഞു, നെവർ, വി ആർ ആൻ ഈക്വൽ പാർട്ട്ണർ ഓഫ് അമേരിക്ക. അമേരിക്കയുടെ തുല്യമാണ് നമ്മൾ. അമേരിക്കയോടെന്നല്ല, ലോകത്തിലെ ഏത് രാജ്യത്തോടും തുല്യത അനുവദിക്കാത്ത ഒരുത്തനോടും ഞങ്ങൾ പാർട്ട്ണർ ആവുക. പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വാലിറ്റിയാണ് എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ചു. എന്നിട്ട് ആ ചോദ്യത്തിന് ഉത്തരം കേട്ടപ്പോൾ ആ ഹാളിൽ തിങ്ങി നിറഞ്ഞ ഒരു ഒറ്റ അമേരിക്കൻ ജേർണലിസ്റ്റിനും നാവിറങ്ങിപ്പോയി. മിണ്ടാൻ തോന്നി. ഇതൊരു ഇന്ത്യക്കാരൻ തന്നെയാണോ പറഞ്ഞത്? ഇത് ഇന്ത്യൻ മന്ത്രിയാണോ പറഞ്ഞത്? അൺബിലീവബിൾ എന്നാണ് മോർഗൻ പറയുന്നത്. അതുകൊണ്ട് വിദേശകാര്യമന്ത്രി ജയശങ്കറിൻ്റെ ഒരു കപ്പാസിറ്റി അറിയാലോ. അദ്ദേഹം JNUവിൻ്റെ പ്രോഡക്റ്റാണ്, IFS ആണ്. ചൈന ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും അദ്ദേഹം ഹൈ കമ്മീഷണറും അംബാസിഡറും ഒക്കെ ആയിരുന്നു. വേറൊരു പ്രത്യേകത കൂടി അദ്ദേഹത്തിനുണ്ട്. ഇന്ത്യക്ക് വേണ്ടി IFSകാരനായി ചെയ്ത സേവനത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഈ പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. ഇന്നായിരുന്നെങ്കിൽ അത് ഭരണ താല്പര്യത്തിനാണ്. അദ്ദേഹത്തിൻ്റെ സേവനം മുൻനിർത്തി രാജ്യം അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതിൻ്റെ പേരിൽ അതാണ് അദ്ദേഹത്തെ BJPയിലേക്ക് ക്ഷണിച്ചത്, BJP അംഗമായത്, പിന്നെ അദ്ദേഹം മന്ത്രിയായത്. അതുകൊണ്ട് ജയശങ്കറിൻ്റെ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. തീർച്ചയായിട്ടും ആ യാത്ര ഇന്ത്യക്ക് നൽകുന്ന അത്ഭുതകരമായ റിസൾട്ടുണ്ട്. ആ റിസൾട്ടിൽ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, അദ്ദേഹത്തെ കൃത്യമായി വിലയിരുത്തിയ പിയേഴ്സ് മോർഗനും നന്ദി പറഞ്ഞുകൊണ്ട്, ഇന്ത്യയുടെ ഈ അഭിമാനപുത്രൻ്റെ യാത്ര ആരോഗ്യത്തോടെ തുടരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.